ഏറെ സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരമേറ്റു. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിന് എന്നെ വിജയിപ്പിച്ച് നിങ്ങൾ നിയമസഭയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. രണ്ടാമതും നിയമസഭയിലെത്തുമ്പോൾ കൈനിറയെ സ്നേഹവുമായിട്ടാണ് പെരിന്തൽമണ്ണയുടെ പ്രതിനിധിയായി ഞാൻ വരുന്നത്. 38 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പലപ്പോഴും നിയമസഭയിൽ ആക്ഷേപിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്ത എന്നെ നിങ്ങൾ ചേർത്തു പിടിച്ച് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും നല്ല സ്ഥാനം നൽകി കേരളത്തിൽ വലിയ ഭൂരിപക്ഷം നേടുന്ന മണ്ഡലങ്ങളിലൊന്നായി പെരിന്തൽമണ്ണയെ ഉയർത്താൻ നിങ്ങളാണ് എനിക്ക് പിന്തുണ നൽകിയത്. ആ സ്നേഹത്തിന് എൻ്റെ പെരിന്തൽമണ്ണയോട്, പെരിന്തൽമണ്ണയിലെ ഓരോ വോട്ടർമാരോട്, ഓരോ കുടുംബത്തോട്, ഈ നാട്ടിലെ കുട്ടികളോട്, ചെറുപ്പക്കാരോട് ആദ്യം ഞാൻ നന്ദി പറയാണ്. അതോടൊപ്പം നാളെയാണ് MLA എന്ന നിലയിലുള്ള എൻ്റെ സത്യപ്രതിജ്ഞ. നിങ്ങളെല്ലാവരെയും ഞാൻ മനസ്സുകൊണ്ട് ക്ഷണിക്കുകയും അതോടൊപ്പം പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ യാത്രക്കിടയിൽ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ആ പരിമിതികൾ നമ്മളേറെ തളർത്തിയിരുന്നു. പല വകുപ്പുകളും നമ്മളോട് വളരെ വലിയ വിവേചനം കാണിച്ചിരുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് നമുക്ക് നമ്മുടെ പെരിന്തൽമണ്ണയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ, കൂടുതൽ മെച്ചപ്പെടുത്താൻ, കൂടുതൽ നല്ല വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ വോട്ടർമാരായി നിന്ന നിങ്ങളോട്, എനിക്ക് വോട്ട് ചെയ്തവരോട് മാത്രമല്ല, എനിക്ക് വോട്ട് ചെയ്യാത്തവരോടും ഞാൻ നിങ്ങളുടെ ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഒരാളോടും ഞാൻ വിവേചനം കാണിച്ചിട്ടില്ല. എൻ്റെ മുമ്പിൽ വരുന്ന ഒരു മനുഷ്യനെയും ഞാൻ തിരിച്ചയച്ചിട്ടില്ല. എൻ്റെ ഓഫീസും ഞാനും കഠിനാധ്വാനം ചെയ്തത് പരമാവധി ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാനുള്ള പരിശ്രമത്തിനാണ്. നമ്മുടെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വലിയ സ്വപ്നങ്ങൾ നൽകാൻ നമുക്ക് കഴിഞ്ഞു. IAS അക്കാഡമി പോലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിപ്പുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. ക്രിയ പ്രൊജക്റ്റ് പോലെ ജനങ്ങൾ ഏറ്റെടുത്ത ജനകീയമായ വിദ്യാഭ്യാസ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. സ്കെയിലപ്പ് പോലെ ഒരു ഗവൺമെൻറ് നടത്തുന്ന സംവിധാനത്തെ പോലെ തന്നെ നമുക്ക് ഒരു വലിയ ഇവൻറ്റുകൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. സദ്ഗ്രാമം പോലെ സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങളുടെ ചുവട് പെരിന്തൽമണ്ണയിൽ നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞു. നിരവധി സംരംഭകരെ വളർത്താൻ കഴിഞ്ഞു. നിരവധി വിദ്യാർത്ഥികളെ നമുക്ക് അവരുടെ കൈപിടിച്ചുയർത്താൻ സാധിച്ചു. 108 പേരിന്ന് പച്ച മഷി കൊണ്ട് ഒപ്പുവെക്കുന്ന ഏറ്റവും നല്ല ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരായി ഗസറ്റഡ് റാങ്കിൽ നിൽക്കുന്ന IAS ഉൾപ്പെടെയുള്ള പദവികളിൽ നിൽക്കുന്ന കുട്ടികളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതെല്ലാം ആ 38 വോട്ടിൻ്റെ ബലത്തിലായിരുന്നു. ഇനി നമ്മൾ സ്നേഹത്തോടെ ഈ പുതിയ യാത്ര ആരംഭിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നമുക്ക് ഈ യാത്ര തുടരണം. ഇന്ന് നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, നേരിട്ട് വിളിച്ച് പറയാൻ സാധിക്കാത്തവ എല്ലാവരോടും, പലരെയും വിളിച്ചിട്ട് നേരിട്ട് കിട്ടിയിട്ടില്ല, എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നത്, നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ മനസ്സും സ്നേഹവും കൂടെ ഉണ്ടാകണം. എന്നും നിങ്ങളുടെ ഒരു സേവകനായി, പെരിന്തൽമണ്ണയുടെ സേവകനായി, നിങ്ങളുടെ ഒരു മകനായി, വീട്ടിലെ ഒരു അംഗമായി ഞാൻ കൂടെ ഉണ്ടാകുമെന്നത് മാത്രമാണ് എൻ്റെ വാക്ക്. തീർച്ചയായും ഈ യാത്ര അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നന്ദി.